എപ്പോഴും ഒരു സൈക്ലിക്കലാണ് ഈ എക്കണോമിക് സൈക്കിൾ എന്ന് പറയും. അപ്പോൾ ഒരു ഉയർച്ചയും ഒരു താഴ്ചയും വളരെ വളരെ സാധാരണമാണ്. അതിൻ്റെ എത്ര ലോങ്ങറാണ് അല്ലെങ്കിൽ ഈ പറയുന്ന താഴ്ചയിൽ ഉയർച്ചയിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു ആ എക്കോണമി എന്നുള്ളതാണ് ഒരു സക്സസ് റേറ്റ്. ഡെഫിനറ്റായിട്ടും ഈ പറയുന്നത് ഉയരാൻ ചാൻസ് ഉണ്ട്. പല ഫാക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന ഹൗസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഫുഡ് പ്രൊഡക്ഷൻ, ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞൊരു വളരെയധികം കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഫാർമർ ചിലപ്പോൾ അതിന് അത്രയും ഒരു കൃഷി ചെയ്തെന്ന് വരില്ല. നാച്ചുറലി ഫുഡ് പ്രൈസസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതൊരു സൈക്ലിക്കൽ നേച്ചറാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഇൻ്റർവ്യൂൻ ചെയ്ത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ ഒരു എക്കോണമിയുടെ ഒരു നിലനിൽപ്പ്. അല്ലെങ്കിൽ ഇന്ന് ഭാരതം കാണുന്നത് ഒരു വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. നമ്മുടെ എക്കോണമി പെർഫോം ചെയ്യുന്നതാണ്. ഡെഡ് എക്കോണമി അല്ല നമ്മുടേത്. നമുക്കെപ്പോഴും ഇന്ന് IMF പോലുള്ള ലോക ഏജൻസീസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമി എന്ന് പറയുന്ന രീതിയിൽ ഇന്നും ഭാരതം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു വിലക്കയറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ടാകും. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ ഡിമാൻഡ് കൂടും. ആ ഡിമാൻഡ് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ബുഷോ മറ്റോ ആണ് പറഞ്ഞത്, ഇന്ത്യക്കാർ കൂടുതൽ കഴിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് ഇന്ന് ഫുഡ് പ്രൈസസ് കൂടുന്നത്. അപ്പോൾ ഇന്ത്യക്കാർ എന്താ കൂടുതൽ കഴിച്ചു തുടങ്ങി? കൺസംഷൻ കൂടിയതെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ആളുകളുടെ പർച്ചേസിങ് പവർ കൂടി. അങ്ങനെ കൂടുമ്പോഴത്തേക്ക് നാച്ചുറലി വിലക്കയറ്റവും മറ്റും ഡിമാൻഡ് കൂടുമ്പോൾ അതനുസരിച്ച് വിലകൾ കൂടും, അതിനനുസരിച്ചുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാകും. പക്ഷേ ഇതൊരു സൈക്ലിക്കലാണ്. അതൊരു ഒരു പീക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് വീണ്ടും താഴോട്ട് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ ലൈഫിലാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും കൺട്രി വൈഡ് ആണെങ്കിലും ലോക എക്കോണമിയിലാണെങ്കിലും ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആകെ തുകയാണ് നമുക്കുണ്ടാകുന്ന നേട്ടം. താങ്ക് യു.